ഹായ് ഓൾ, എല്ലാവർക്കും അമിക്ക എഡുഹബിന്റെ റീസണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചെയ്യുന്ന വേറൊരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലോജിക്, അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്താണ്, ലോജിക് ആൻഡ് മാത്സ് രണ്ടും ഒരേപോലെ കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഒന്നില്ലാതെ മറ്റേ കൊണ്ട് കാര്യമില്ല. മാത്സ് വിത്തൗട്ട് ലോജിക്ക് എടുക്കേണ്ട കാര്യമില്ല, ലോജിക്ക് വിത്തൗട്ട് മാത്സിനെ കൊണ്ടും നമുക്ക് കാര്യമില്ല. ഓക്കെ, ചോദ്യം നോക്കുക. എന്താണ് ചോദ്യം എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ പല പരീക്ഷകളിലും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു ബ്രെയിൻ ടീസർ അല്ലെങ്കിൽ വെറുതെ ഒരു മനക്കണക്ക് എന്ന രീതിയിലേക്ക് നമ്മൾ പോരുത്. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേറെ ഒരു മാർഗ്ഗമുള്ളൂ. എന്താണ്? ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുകയല്ല, എന്താ വേണ്ടത്? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഫൈൻഡ് ദ നമ്പർ വിച്ച് വെൻ ആഡഡ് ടു ഇറ്റ്സെൽഫ് 15 times ഗിവ്സ് 176. ഒരു സംഖ്യയോട് ആ സംഖ്യ തന്നെ 15 പ്രാവശ്യം ആവർത്തിച്ച് കൂട്ടിയാൽ 176 കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? നമുക്ക് ഓപ്ഷൻ ഉണ്ട്. 11 ആണോ, 12 ആണോ, 13 ആണോ, 14 ആണോ? വളരെ സിമ്പിൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ്? ഒരു സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക, അല്ലേ? ഒരു സംഖ്യ എത്രയാണെന്ന് വിചാരിക്കുക? എക്സ് ആണെന്ന് വിചാരിക്കുക. അതിനോട് അതേ സംഖ്യ നമ്മൾ എന്താ ചെയ്യുക? 15 പ്രാവശ്യം. 15 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 15x ഇസ് ഈക്വൽ ടു എത്രയാണ്? 176. സിമ്പിൾ അല്ലേ? നമ്മൾ പഴയ മാത്സ് എക്സ് അറിയാത്തതിന് നമ്മൾ എന്ത് പറയാ? എക്സ് സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക. അതേ എക്സിന്റെ കൂടെ 15x. അപ്പൊ ടോട്ടൽ എത്ര എക്സ് ആയി ഇവിടെ? ഇപ്പൊ എക്സ് പ്ലസ് 15x ഇസ് ഈക്വൽ ടു 16x. 16x ഇസ് ഈക്വൽ ടു 176. നമുക്ക് അതിൽ നിന്ന് എങ്ങനെ എക്സ് കാണുക? 176/16. 176/16 എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണല്ലേ? നമുക്ക് ആർക്കും 16ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എത്രയാണ്? 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്. അപ്പൊ നമ്മൾ 16നെ 10 കൊണ്ട് ഗുണിക്കുക. 16നെ 10 കൊണ്ട് ഗുണിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? 16നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 160. പിന്നെ അവിടെ എത്രയാണ് ബാക്കിയുള്ളത്? 176. അവിടെ ഒരു 16 ബാക്കിയുള്ളത്. അപ്പൊ വീണ്ടും ഒരു 16 കൂടാ. അപ്പൊ 10 16 പ്ലസ് ഒരു 16 ഇസ് ഈക്വൽ ടു 11 16. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ആൻസർ 11 കിട്ടും. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര്, അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇപ്പൊ നമ്മൾ ഈ രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട്, നമ്മൾ എപ്പോഴും സിമ്പിൾ മാത്തമാറ്റിക്സ് ഒക്കെ, സിമ്പിൾ ന്യൂമറിക്സ് ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ. അതിന് നമ്മളെ വീടിനടുക്കുള്ള പച്ചക്കറിക്കാരനെ ഞാൻ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു പച്ചക്കറിക്കാർ, പഴയ പ്രായമുള്ള പച്ചക്കറിക്കാർ എന്താ ചെയ്യുക? കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? നമ്മൾ 250 ആയാലും 300 ആയാലും 400 ഗ്രാം ആയാലും ഒക്കെ അവർ പട്ടപട്ടയെന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു കാൽക്കുലേഷനാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്ക് ഓവറായിട്ട് നമ്മൾ മൊബൈൽ ഫോണും കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ച് നമുക്ക് രണ്ടും അടിക്കാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ട ഒരു കാര്യത്തിൽ നമ്മളുള്ളത് അല്ലേ? ഓക്കെ, അതൊക്കെ മാറ്റുക. ഈ രീതിയിലുള്ള സിമ്പിൾ ന്യൂമറൽസ് ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ട വിധി എന്താണ്? 176 ഡിവൈഡഡ് ബൈ 16 അല്ലേ? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് എന്തായാലും 176നെ 16 കൊണ്ട് ഹരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കോമൺ ഫാക്ടറിനെ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഹരിക്കുക. ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട് അല്ലേ? നമ്മൾ എന്താ പറയാ, ഒരു ഫ്രാക്ഷനിൽ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കാം. പക്ഷെ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സംഖ്യ ഏതാണ്? 2. ഈ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുവാ? പറ്റും. 176നെ 2 കൊണ്ട് ഹരിച്ചാൽ 88. 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. 88/8 11. പറ്റൂലേ? അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 88നെ 2 കൊണ്ട് ഹരിച്ചാൽ 44. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. നോക്കുക, 44/4 11. പറ്റുമോ നോക്കുക. പറ്റൂലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? ഇതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 44 2 കൊണ്ട് ഹരിച്ചാൽ 22. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2. 22/2. 22/2 ഇസ് ഈക്വൽ ടു 11. മനസ്സിലായില്ലേ? നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും, പക്ഷെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡാണ്. മനസ്സിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ രീതിയിൽ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. എങ്ങനെ? അതായത് നമ്മൾ ഒരേ സംഖ്യകൾ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഒരു ഫ്രാക്ഷൻസിനാ ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല, ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഒരേ സംഖ്യ കൊണ്ട് കൂട്ടാനും പറ്റൂല, ഒരേ സംഖ്യ കൊണ്ട് കുറക്കാനും പറ്റില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ സിമ്പിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രാക്ഷൻസ് ആണ്. നമ്മൾ പണ്ട് 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഈ വയസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പഠിക്കുന്നതല്ല, നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പൊ ആൻസർ ഇസ് ഈക്വൽ ടു 11. ആൻസർ ഇസ് ഈക്വൽ ടു 11. ഓക്കെ ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.